കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കിടയിലും മികച്ച രീതിയിൽ നേന്ത്രക്കായ് വിളയിച്ച ഒരു കർഷകൻ മാതൃകയാവുന്നു. പീരുമേട് ടീ കമ്പനിയിലെ തൊഴിലാളി 47 ലയത്തിൽ തിരുമലയാണ് ഏത്തവാഴ കൃഷിയിൽ വിജയം വരിക്കുന്നത്. മേലിൽ വെള്ളം കോരി നിറച്ചാണ് ഏത്തവാഴകളെ പരിപാലിച്ച് വിജയം കൈവരിച്ചത്. പീരുമേട് ടീ കമ്പനി പൂട്ടിയതോടെയാണ് തിരുമല പാട്ടകൃഷിയിലേക്ക് തിരിയുന്നത്. ഏത്തവാഴ കൃഷിയും മരച്ചീനി കൃഷിയുമാണ് നടത്തുന്നത്. ഏത്തവാഴ കൃഷി എല്ലാ വർഷവും നഷ്ടത്തിലായിരുന്നു കലാശിച്ചത്. എന്നാൽ ഏത്തവാഴയെ ഉപേക്ഷിക്കാൻ തിരുമല തയ്യാറായില്ല. നിലവിലെ കൃഷി ഇറക്കിയപ്പോൾ കാലാവസ്ഥ തിരിച്ചടിയായി. ഉഷ്ണതരംഗം കാരണം ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും വെള്ളം എത്തിക്കേണ്ട അവസ്ഥയുണ്ടായി. എന്നാൽ തിരുമല ഇതൊന്നും കാര്യമാക്കാതെ വെള്ളം നനച്ച് ഏത്തവാഴയെ പരിപാലിച്ചു. സാധാരണ കർഷകർ ഉഷ്ണതരംഗം കാരണം കൃഷിയിൽ നിന്നും പിന്മാറുകയും ചെയ്തു. തിരുമല നിശ്ചയദാർഢ്യമായി മുന്നോട്ട് പോയി. മികച്ച വിളവും ലഭിച്ചു. ഇപ്പോൾ മികച്ച വിലയും ലഭിക്കുന്നു. ഇതുവരെ ഉണ്ടായ നഷ്ടം നികത്തും തരത്തിലുള്ള വിലയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ വാഴക്കൃഷി എന്ന് പറഞ്ഞാൽ ന്യായമായിട്ടുള്ള ഒരു പൈസ കിട്ടുന്നുണ്ട്. ഇപ്പോൾ 40, 45, 47 ആ ലെവലാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഓണ സീസൺ ആകുമ്പോൾ തന്നെ 50 രൂപയ്ക്ക് മുകളിൽ വില കിട്ടും. കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണെങ്കിൽ കൊല മെച്ചം ഉണ്ടാവുള്ളൂ. ഈ ഉണക്ക കണക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കാലം ബുദ്ധിമുട്ടുണ്ടാകും. അല്ലാതെ ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ച് നോക്കിയാൽ ഈ വർഷം നല്ല മെച്ചം തന്നെയാണ്, നഷ്ടം ഇല്ല. കാലാവസ്ഥ വ്യതിയാനം കുലകളിലെ തൂക്കത്തിൽ അല്പം കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും മികച്ച വില ലഭിക്കുന്നത് കാരണം നല്ല ലാഭമാണ് ലഭിക്കുന്നത്. 200 വാഴയാണ് കൃഷി ചെയ്തത്. ഓണത്തെ ലക്ഷ്യമാക്കിയാണ് കൃഷി ഇറക്കിയത്. ആദ്യ വിളവെടുപ്പിൽ തന്നെ 1 കിലോ ഏത്തയ്ക്ക് 47 രൂപ ലഭിച്ചു. ഇപ്പോൾ 59 രൂപ വരെ ലഭിക്കുന്നുണ്ട്. ഓണം അടുത്തതോടെ ഇത് 80 രൂപയ്ക്ക് മുകളിൽ. തിരുമലയുടെ ആഗ്രഹവും സെഞ്ചുറി. എന്തായാലും നഷ്ടങ്ങൾക്കിടയിലും തിരുമലയുടെ കൃഷി വിജയം നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണ്. ഓണം ആഘോഷിക്കാൻ തിരുമലയെ പോലെയുള്ള അപൂർവം ചില കർഷകരും സമൂഹത്തിലുണ്ട്. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.